തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്റെ വസതിയിലേക്ക് ഇരച്ചു കയറി റീത്ത് വച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംഭവത്തിന് പിന്നിൽ VD സതീശനാണെന്ന് വീണ ജോർജ് ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും റീത്ത് വയ്ക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. എന്തിനാണ് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തുന്നത്? ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തീരുമാനിച്ചു. അതിൻ്റെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആര് തെറ്റ് ചെയ്താലും അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് സർക്കാർ സംവിധാനത്തിൽ അതിന് സംവിധാനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ആ നടപടി സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഇത് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന വീണ ജോർജ് പ്രതികരിക്കുന്നുണ്ട്. ഒരു കാര്യം ഇല്ലേ, ദയവായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രവീൺ സത്യം പറയട്ടെ, സത്യം പറയും. നോക്കൂ, അല്ല, എന്നെ ആരെങ്കിലും കൂവി വിളിച്ചില്ലല്ലോ. ഒരാള് കൂവി വിളിച്ചില്ല. ഞാൻ സംസാരിച്ചപ്പോ ഇവിടെ ഒരാള് സംസാരിച്ചോ? നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ലേ? ഞാൻ ഇവിടെ നിർത്തി സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോ ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രവീണെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വാർത്തകൾ വളച്ചൊടിക്കരുത് ദയവായി. ഞാൻ കുറെ നാൾ ഈ ജോലി ചെയ്തല്ലേ, അതില്ല അല്ലെ? അതെ സത്യം, അത് പറഞ്ഞാൽ മതി. ഒന്നുകൂടെ പറയും. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ചാനലിൽ വന്ന വാർത്ത ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർന്ന തെറ്റായ വാർത്തയാണ്. ദയവായിട്ട് തിരുത്തണം. ഇത് ലൈവായിട്ടുണ്ടെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്നവർ ഇത് കേൾക്കണം. ഇത് ഒരു സമാധാനപരമായി നമ്മളൊരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗം എന്തിനാണ്? സ്റ്റേഡിയവും ജില്ലാ ജനറൽ ആശുപത്രിയും ഒക്കെ തന്നെ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആലോചിക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ എഴുന്നേറ്റ് നിന്നിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇടതുപക്ഷ പ്രവർത്തകർ അവർക്കെതിരെ കൂവി വിളിച്ചത്. പക്ഷെ വാർത്ത ചാനലിൽ സ്ക്രീനിൽ എങ്ങനെയാ വരുന്നത്? ആരോഗ്യമന്ത്രിയെ കൂവി വിളിച്ച് പ്രവർത്തകർ എന്നുള്ളതാണ്. തെറ്റായ വാർത്ത ദയവായിട്ട് കൊടുക്കരുത്. കൂവി വിളിച്ചെന്ന് പറയുന്നതിനൊന്നും നമുക്കൊരു പ്രശ്നവും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ സംഭവിക്കാത്ത കാര്യം പ്രവീൺ ഇപ്പം അത് പറഞ്ഞു. പ്രവീൺ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പറഞ്ഞു. അതെ പ്രവീൺ ഇപ്പൊ സത്യം, പ്രവീൺ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രവീൺ പറഞ്ഞു. അപ്പോൾ അത് പ്രവീണിൽ കൊടുത്ത വാർത്തയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ അത് തിരുത്താനായിട്ട് പറയണം എന്നുള്ളതേ ഉള്ളൂ. മറ്റു ചാനലിൽ കണ്ടില്ല, എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അയച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സംഘാടക സമിതി തുടരുകയാണ് ചെയ്യുന്നത്. ചെയ്യാം. ഏഷ്യാനെറ്റ് ഇടനില നിൽക്കുന്നുണ്ടോ UDFന്റെ? ഇല്ലല്ലോ. അന്നേരം പറയാം. സുരേഷ് കുമാറിന്റെ വക്കാലത്തായിട്ടാണ് ഏഷ്യാനെറ്റ് വന്നിരിക്കുന്നത്. അന്നേരം എനിക്ക് ഏഷ്യാനെറ്റിനോട് പറയേണ്ട ആവശ്യമില്ല. അത് നേരിട്ട് വന്ന് ചോദിച്ചാൽ മറുപടി പറയും. ഏഷ്യാനെറ്റ് ഇടനില നിൽക്കേണ്ട UDFന്റെ കേട്ടോ. നിങ്ങൾ വരൂ, ഞാൻ കാണിച്ചു തരാം പൂർത്തിയായ പദ്ധതി കേട്ടോ. നിങ്ങളുടെ ഇതേ ആളുകളല്ലേ അപ്പുറത്ത് പൂർത്തിയായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടോ? ആന്റോ ആന്റണിയുടെ 3 കല്ലിട്ട കല്ല് ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറിന്റെ പേര് കൃഷ്ണമോഹൻ. അപ്പോ അവരുടെ പൂർത്തിയാകാത്ത പദ്ധതിയും തുടങ്ങാത്ത പദ്ധതിയും UDF കല്ലിട്ടതാണ് അല്ലേ? ആണോ കൃഷ്ണമോഹൻ? അല്ല, UDFന് സ്റ്റേഡിയത്തെ കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണ് ഉള്ളത്? 15 വർഷം കേരളത്തിന്റെ ബഹുമാന്യരായിട്ടുള്ള ഗവർണർമാരെ കൊണ്ടുവന്ന് കല്ലിടിയിപ്പിച്ച സ്റ്റേഡിയം എവിടെ? കൃഷ്ണമോഹൻ എന്റെ കൂടെ ഒന്ന് വന്ന് കാണിച്ചു തരാമോ? ആ കല്ല് നമുക്ക് രണ്ടു കൂടെ ആളെ നിർത്തി ഒന്ന് കുഴിച്ചിളക്കാം അവിടുന്ന്. ആ 3 കല്ല് അവിടെ കിടപ്പുണ്ട്. അല്ല, UDFനോട് ഞാൻ ചോദിച്ചു, വേദി തന്നെ ചോദിച്ചല്ലോ. അപ്പോൾ അവർക്ക് ബാക്കി മറുപടികൾ കേൾക്കണമായിരുന്നെങ്കിൽ അവരുടെ നിൽക്കണമായിരുന്നു. അവരാലോചിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ യോഗം വിളിച്ചു ചേർത്തത്. അപ്പോൾ അവരിതിൽ യോഗത്തിൽ വന്നാൽ ബാക്കി കാര്യങ്ങൾക്ക് മറുപടി പറയും.
പോലീസിനെ ഞെട്ടിച്ച് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചു കയറി. അവർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വാതിലിൽ അവർ റീത്ത് ഒട്ടിച്ചു. എന്നാൽ പിന്നീട് പോലീസുകാർ റീത്ത് ഇളക്കി മാറ്റുകയായിരുന്നു. പോലീസിനെ തള്ളി മാറ്റിയാണ് ഗേറ്റ് തള്ളി തുടർന്ന് സമരക്കാർ അകത്തേക്ക് കയറിയത്. പോലീസ് സുരക്ഷ ദുർബലമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് രാവിലെ. തുടർന്ന് കൂടുതൽ പോലീസുകാരെത്തി സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി പ്രതിഷേധക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.